ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവേത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് അയച്ചു വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് യൂട്യൂബിനകത്തുള്ള വോയിസ് ഓവർ വീഡിയോകളെ പറ്റിയാണ്. ഒരു മെസ്സേജ് ഞാൻ കാണാനിടയായി, അതായത് വോയിസ് ഓവർ വീഡിയോസിനെ പറ്റിയ ഒരു പുതിയ മെസ്സേജ്, അതായത് യൂട്യൂബിൻ്റെ 2021 തൊട്ട്, അതായത് 2021 തൊട്ട് വോയിസ് ഓവർ വീഡിയോസിന് മോണിറ്റൈസേഷൻ കിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ഞാൻ കാണാൻ ഇടയായി. ഓക്കെ, അതിനെപ്പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ കണ്ട വോയിസ് ഓവർ മെസ്സേജിനെ പറ്റിയുള്ള അല്ലെങ്കിൽ വോയിസ് ഓവർ വീഡിയോസിനെ പറ്റിയുള്ള മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വോയിസ് ഓവർ വീഡിയോസ് 2021 തൊട്ട് മോണിറ്റൈസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാനൊരു മെസ്സേജ് കണ്ടത്, അല്ലെങ്കിൽ ഒരു വീഡിയോ കാണാനിടയായി. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് യൂട്യൂബിനകത്ത് നിങ്ങൾക്ക് അറിയാം, യൂട്യൂബിനകത്ത് മോണിറ്റൈസ് ആയ മെമ്പേഴ്സിന് വൈറ്റി സ്റ്റുഡിയോയുടെ അകത്ത് ഓൾറെഡി യൂട്യൂബിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് ത്രൂ ഞാൻ യൂട്യൂബായിട്ട് ചാറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു അപ്ഡേറ്റ് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് വോയിസ് ഓവർ വീഡിയോസിന് മോണിറ്റൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു രീതിയിൽ യാതൊരു അപ്ഡേറ്റും യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ആരൊക്കെയോ ഉണ്ടാക്കിയുള്ള ഒരു ഫേക്ക് ന്യൂസ് മാത്രമാണ്. അതായത് ഇങ്ങനൊരു അപ്ഡേറ്റ് യൂട്യൂബിന്റെ പാർട്ണർ പ്രോഗ്രാം ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ യൂട്യൂബിന്റെ ഭാഗത്തുനിന്നോ ഇങ്ങനെ യാതൊരുവിധ അപ്ഡേറ്റുകളും 2021 അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റുകൾ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ ന്യൂസുകൾ നിങ്ങൾ ആരെങ്കിലും ഇത് കാണാൻ ഇടവരെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ആരും വിശ്വസിക്കേണ്ട കേസില്ല. ഇതൊരു ഫേക്ക് ന്യൂസ് മാത്രമാണ്. ഇതുപോലെ തന്നെ വേറൊരു ഫേക്ക് ന്യൂസ് കുറച്ചാൾ മുമ്പ് പടർന്നിരുന്നു. അതായത് 2021 ഡിസംബറോട് അല്ലെങ്കിൽ 2020 ഡിസംബറോടുകൂടി വന്നിട്ട് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും മാറി 10,000 5,000 ആകുമ്പോൾ എന്നൊക്കെ പറഞ്ഞു. അതും ഇതുപോലെ ഞാൻ അതിനെപ്പറ്റി മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതും ഇതുപോലെ ഒരു ഫേക്ക് ന്യൂസ് തന്നെയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ വോയിസ് ഓവർ വീഡിയോസിനെ പറ്റിയുള്ള ന്യൂസും ഫേക്ക് ന്യൂസ് മാത്രമാണ്. ഓക്കെ, അതിനു മുമ്പായിട്ട് എന്താണ് വോയിസ് ഓവർ വീഡിയോസ് എന്ന് പറയാം. നിങ്ങൾ പലരും കാണുന്നുണ്ടാവും. അതായത് ചിലർ വന്ന് എന്താ പറയുക, യൂട്യൂബിനകത്ത് കുറെ പിക്ചേഴ്സും അല്ലെങ്കിൽ കുറെ വീഡിയോ ക്ലിപ്സ് എല്ലാം എടുത്ത് എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ ഉണ്ടാക്കിയതിന് ശേഷം അതിനൊരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് കൊടുത്ത് വീഡിയോസ് ഇടുന്ന് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അതായത് ആ ആളുടെ ഫേസ് കാണിക്കാതെ, ഇപ്പം എൻ്റെ ചാനൽ നോക്കിയാലും കാണാം, ഞാൻ ഇതുവരെ എൻ്റെ ഫേസ് കാണിച്ച് ഞാൻ ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. ഓക്കെ, ഞാനും ഒരു വോയിസ് ഓവർ വീഡിയോസ് തന്നെയാണ് ഞാനും അപ്ലോഡ് ചെയ്യുന്നത്. അത് പറഞ്ഞ പോലെ ചിലപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ചാനലിൻ്റെ ഫ്രണ്ടിൽ വരാനാണ് അല്ലെങ്കിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ വരാനായിട്ട് താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കും വീഡിയോസ് ഇടാം. അപ്പോൾ വീഡിയോസ് ഇടാൻ പാടില്ല എന്ന് യാതൊരുവിധ അപ്ഡേറ്റും യൂട്യൂബിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് നമുക്ക് ഇടാവുന്നതാണ്. ഓക്കെ, ഈ വോയിസ് ഓവർ വീഡിയോസിനകത്ത് മോണിറ്റൈസേഷൻ എനേബിൾ ആവില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു ന്യൂസാണ്. അങ്ങനെ യാതൊരുവിധ അപ്ഡേറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പക്ഷേ അത് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ചാനലിനകത്ത് വോയിസ് ഓവർ വീഡിയോസ് മാത്രമാണ് ഇടുന്നതെങ്കിൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ആ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയി പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് 1-2 സ്റ്റെപ്സ് നമുക്ക്, അല്ലെങ്കിൽ 1-2 എന്താ പറയുക, മുൻകരുതൽ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, വോയിസ് ഓവർ വീഡിയോസ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ, നമ്മൾ യാതൊരു കാരണവശാലും കോപ്പറേറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഇമേജസോ അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്സോ കാര്യങ്ങളോ എടുക്കാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും വീഡിയോ ക്ലിപ്സോ അല്ലെങ്കിൽ എന്താ പറയുക ഇമേജസോ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഇമേജസും വീഡിയോ ക്ലിപ്സും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഈ എന്താ പറയുക, നിങ്ങൾ വോയിസ് ഓവർ വീഡിയോസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഡിസ്ക്ലെയിമർ, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്തായിട്ട് ഒരു ഡിസ്ക്ലെയിമർ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അത് മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, വോയിസ് ഓവർ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഇതിന്റെ ലിങ്കുകൾ, അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ നിങ്ങളൊരു മെമ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ സൈറ്റുകളുടെ ലിങ്കുകൾ നിങ്ങളുടെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനകത്തും നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനകത്തും ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഈ 3 കേസുകൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും വോയിസ് ഓവർ വീഡിയോസ് ചെയ്യുന്ന നിങ്ങളുടെ മോണിറ്റൈസേഷൻ യാതൊരു കാരണവശാലും ഡിസേബിൾ ആയി പോകില്ല. ഇൻ കേസ് ആരുടെങ്കിലും ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇത് കൊടുക്കാൻ വിട്ടുപോയി അതിനുശേഷം നിങ്ങളുടെ മോണിറ്റൈസേഷൻ എങ്ങനെ ഡിസേബിൾ ആയി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാസത്തിന് ശേഷം റീഅപ്ലൈ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ആ റീഅപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പറഞ്ഞ 3 കേസുകളും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഒന്ന്, ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്, സോഷ്യൽ മീഡിയ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട്
കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള കണ്ടന്റ്സ് ഉപയോഗിച്ച് ഇമേജസ് അല്ലെങ്കിൽ പിക്ചേഴ്സ് ഇമേജസ് അല്ലെങ്കിൽ മൂവീസ് വീഡിയോസ് ഉപയോഗിച്ച് നിങ്ങളുടെ വീഡിയോസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ 3 കേസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയി പോവുകയോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മോണിറ്റൈസേഷൻ അപ്ലൈ സമയത്ത് നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതല്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഒരു പുതിയ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയത്തിലുള്ള യൂട്യൂബേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. യാതൊരു കാരണവശാലും നിങ്ങൾക്ക് എന്താ പറയുക ഒരു വോയിസ് ഓവർ വീഡിയോസ് ഉണ്ടാക്കുന്നത് നിങ്ങൾ പിന്മാറേണ്ട കാര്യമൊന്നുമില്ല. യാതൊരു കാരണവശാലും നിങ്ങൾക്ക് പേടിക്കേണ്ട കേസൊന്നുമില്ല. നിങ്ങൾക്ക് യൂട്യൂബ് അങ്ങനെ യാതൊരു അപ്ഡേറ്റ് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വോയിസ് ഓവർ വീഡിയോസ് ചെയ്യാവുന്നതാണ്. ഈവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും വോയിസ് ഓവർ വീഡിയോസ് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആൻഡ് ബൈ.